മലപ്പുറം കൊണ്ടോട്ടിയിൽ നീരാട് എന്ന സ്ഥലത്ത് മധ്യവയസ്കൻ ഷോക്കേറ്റ് മരിച്ചതിൽ KSEB അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അവിടേക്ക് പ്രതിഷേധം നടക്കുകയാണ്. MSF അവിടെ പ്രതിഷേധം നടത്തുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്. അവരെ പോലീസ് പിടിച്ചു മാറ്റുന്ന, അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ അവിടെയും കടക്കുന്നു എന്നുള്ളതാണ്. KSEBയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നതായിരുന്നു ഇന്നലെ മുതൽ ഉയർന്നിരുന്ന ആരോപണം. 12 മണിക്കാണ് വൈദ്യുതി ലൈൻ പൊട്ടിവീണത്. 12:45 അപകടം നടന്നിട്ടും ആരും എത്തിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. 2024 സീറോ ആക്സിഡന്റ് പുരസ്കാരം നേടിയ കൊണ്ടോട്ടി ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിലാണ് ഈ ഷോക്കേറ്റുള്ള മരണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. അവിടെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇടപെടുന്നുണ്ട്. പക്ഷേ സമരക്കാരെ മാറ്റാൻ പോലീസിന് സാധിക്കുന്നില്ല. വലിയ പ്രതിഷേധവുമായി നാട്ടുകാരും എത്തുന്നു. യുവജന സംഘടനകളും ഷോക്കേറ്റ മരണത്തിൽ പ്രതിഷേധവുമായി KSEB ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുക ജനാധിപത്യ വിശ്വാസികളെ, സർക്കാരിനെതിരെ അതിശക്തമായ KSEBക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിന് നമ്മൾ യൂത്ത് ലീഗ് തുടക്കങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പ്രതിഷേധം നടത്തുന്ന മുഴുവൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരും ഇതിന്റെ മുമ്പിലേക്ക് വേണമെന്ന് അറിയിക്കുകയാണ്. അവിടെ പ്രതിഷേധം നടത്തുന്ന മുഴുവൻ വേദിയുടെ ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പോലീസുമായൊരു കയ്യാങ്കളിയിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം എത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജംഷീറിലേക്ക് വരാം. മധ്യവയസ്കൻ മരിച്ച സംഭവത്തിലാണ് ഈ പ്രതിഷേധം. KSEBയുടെ ഓഫീസിലേക്കാണ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നു. ഇന്നലെ മുതൽ തന്നെ KSEBയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, കാരണം മരണം നടന്ന് അത്രയധികം സമയം ഇത് അറിയാൻ വേണ്ടി എടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSEBക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ആരംഭിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരുന്ന മറ്റൊരു പ്രതിസന്ധി ഇല്ലെങ്കിൽ ആ തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യുതി വകുപ്പ് ഈ വിഷയത്തിൽ ഏത് തരത്തിലൊരു സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യം രാവിലെ മന്ത്രി നമ്മളോട് സംസാരിച്ചത് അനുസരിച്ചാണെങ്കിൽ അവിടെ ഈ കേബിൾ ഇടുന്നത് ഇല്ലെങ്കിൽ അതിന് കവറിംഗ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചെലവേറിയതാണ് എന്നൊക്കെയാണ് മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത്. പക്ഷേ അത്രയും ചെലവ് ഒരു മനുഷ്യജീവൻ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. ജംഷീർ കൊടിഞ്ഞി വീണ്ടും ചേരുന്നുണ്ട്. ജംഷീർ, വിവരങ്ങൾ. ഇന്നലെ മലപ്പുറം കൊണ്ടോട്ടി വീറാട് ഇന്നലെ ഷോക്കേറ്റ് മരിച്ച വീറാട് സ്വദേശിയായി മുഹമ്മദ് ഷായുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്, യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതായത് ഈ മരണത്തിൽ KSEB അധികൃതരുടെ അനാസ്ഥ ആരോപിച്ചുകൊണ്ടാണ് ഈ KSEB ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തുന്നത്. മാർച്ച് ഈ KSEB ഓഫീസിന് സമീപത്ത് പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകൾ, പ്രവർത്തകർ കൂടുതൽ വൈകാരികമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ അപകടം നടന്നതിന് ശേഷം, അതായത് ഈ വൈദ്യുതി കമ്പി പൊട്ടി വീണതിന് ശേഷം ബുധനാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. ബുധനാഴ്ച രാത്രി തന്നെ ഈ വൈദ്യുതി ബന്ധം നിലച്ച വിവരം KSEB അധികൃതരെ അറിയിച്ചതാണ്. എന്നാൽ ആ സമയം അവരാരും വന്നില്ല. പിന്നീട് വ്യാഴാഴ്ച, അതായത് ഇന്നലെ രാവിലെ മുതൽ പലതവണ KSEB അധികൃതരെ വിവരം അറിയിച്ചു. മരക്കൊമ്പ് വീണ് ഈ ലൈന് വീണിട്ടുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ അറിയിച്ചു. പക്ഷേ ആരും വന്നില്ല. 12 മണിയാകുമ്പോഴേക്കും എത്താമെന്ന് അവർ പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ആരും വന്നില്ല. എന്നാൽ ഈ മുഹമ്മദ് ഷാ മരിക്കുന്നത്, ഷോക്കേൽക്കുന്നത് 12:45 ആ സമയം വരെ ആരും വന്നില്ല എന്നുള്ളതാണ്. KSEB അധികൃതരെ വിളിച്ചു പറഞ്ഞിട്ടും പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. അല്ലെങ്കിൽ അവർ വരികയോ
അല്ലെങ്കിൽ ഈ വൈദ്യുതി ബന്ധം ഈ ലൈനിന്റെ മറ്റു പ്രവർത്തനങ്ങൾ പിന്നീട് നടത്തിയാലും ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധമെങ്കിലും വിച്ഛേദിക്കമായിരുന്നു എന്നുള്ള ഒരു കാര്യം അതുപോലും ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ആരോപണം. അതുകൊണ്ട് തന്നെയാണ് KCB മുണ്ടക്കുളം സെക്ഷൻ ഓഫീസിലേക്ക് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത്. വ്യാപകമായ ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കിടയിലും കുടുംബങ്ങൾക്ക് ഈ മരിച്ച അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കിടയിലും ഒക്കെ ഉണ്ട്. അതായത് പലതവണ വിളിച്ചു പറഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഒരു സമീപനം ആണ് KCBയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് മാത്രമല്ല, ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് നേരത്തെ ഈ മരിച്ച അദ്ദേഹത്തിന്റെ മകന് ഈ സമീപത്ത് നിന്ന് ഷോക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ലൈൻ, ഈ വൈദ്യുതി കമ്പി വളരെ താഴെ കൂടെയായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമീപത്തെ മരങ്ങളിലെല്ലാം തന്നെ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യവും KCB അധികൃതരെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവർ അത് ദിവസങ്ങൾക്ക് മുൻപ് വിളിച്ചു പറഞ്ഞാണ്. പക്ഷെ എന്നിട്ടും KCB അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. വലിയ ഗുരുതരമായ ഒരു ലംഘനം അതായത് അധികൃത ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ടതുണ്ട് എന്നതാണ്. അതായത് ഈ അപകടം നടന്ന ഈ കൊണ്ടോട്ടി ഡിവിഷൻ, ഈ ഡിവിഷൻ എന്ന് പറയുന്നത്, ഈ KCB ഡിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല KCB ഡിവിഷനുള്ള അവാർഡ് വാങ്ങിയ ഒരു ഡിവിഷനാണ്. ഈ മാസം ജൂലൈയിലാണ് അതിനുള്ള അവാർഡ് വാങ്ങിയിരുന്നത്. അതായത് 2024 സീറോ ആക്സിഡന്റ് പുരസ്കാരത്തിന് അർഹമായ ഒരു ഡിവിഷന്റെ കീഴിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. പൊതുജനങ്ങൾക്കോ വളർത്തുപക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ജീവനക്കാർക്കോ ഒന്നും തന്നെ യാതൊരു അപകടവും ഉണ്ടാക്കില്ല എന്നതിന്റെ പേരിൽ നേട്ടം കൈവരിച്ച കൊണ്ടോട്ടി ഇലക്ട്രിക് ഡിവിഷൻ കീഴിലാണ് ഇപ്പോൾ. അതാണ് കുറച്ചുകൂടി ഇതിൽ നെട്ടിൽ ഉണ്ടാക്കുന്നത്. കാരണം തലേന്ന്, അതായത് ഈ മരണം സംഭവിക്കുന്നതിന്റെ തലേന്ന് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റ് മരിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിച്ചിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം ശക്തമാക്കുന്നത്. കാരണം അത്രയധികം സമയം ഉണ്ടായിട്ടും ആരും ഇതിലേക്ക് ഇടപെട്ടില്ല, ഇല്ലെങ്കിൽ KCB ഇത് അറിഞ്ഞില്ല എന്നൊക്കെയുള്ളതാണ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രതിഷേധം തുടരുകയാണ്.